ചായ കുടിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉഷാറായി. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോളാം കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കേ. ചിലപ്പോൾ ഇന്ന് രാത്രി വരേണ്ടി വരും വിളിക്കാനായിട്ട്. ഇങ്ങോട്ടായിരിക്കും ഓട്ടം വന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ആൾക്കാരൊക്കെ നടക്കാൻ പോണ കണ്ടില്ലേ ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഉവ്വേ നോമ ആവുന്നത്ര നേരത്തെ എണിക്കാനും ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല നോമിൻ്റെ മനസ്സങ്ങടെ അനുവദിക്കണില്ല. നോമുമായിട്ട് നാം ഒരു യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമായിരിക്കും എന്ന് പറഞ്ഞു. പല്ലും എല്ലും ഒക്കെ പൊട്ടുമ്പോഴും ഒടിയുമ്പോഴും ഓക്കെ ആയിക്കോളുന്നു. ഞാൻ പറഞ്ഞു ഏയ് അത്രയും വലിയ സാഹസങ്ങൾക്കൊക്കെ മുതിരണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സംസാരത്തിന് എങ്ങനെയോ അവിടെ അങ്ങോട്ട് വിരാമം ഇട്ടു. അങ്ങനെ വർത്താനം പറഞ്ഞ് പോണേണ്ടിക്ക് ഞാൻ പറഞ്ഞു മെത്തി 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 സ്ഥലം എത്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വണ്ടിയുടെ താക്കോൽ തരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ജാക്കറ്റിൽ കയറ്റി നോക്കിയത്. യെസ് എൻ്റെ പോക്കറ്റിലാണ്. അങ്ങനെ താക്കോലൊക്കെ കൊടുത്ത് അതിനെ അങ്ങോട്ട് ഒഴിവാക്കി വിടാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞാനാണെങ്കിൽ. താക്കോലൊക്കെ മേടിച്ച് ടാറ്റയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോടാ പോവാണല്ലോ ഇനി ഒരു ടാറ്റയും കൂടി കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോഴാണ് പറഞ്ഞത് നമുക്ക് അപ്പുറത്ത് കട വരെ ഒന്ന് പോയിട്ട് വരുന്നത്. എന്താ ചിരി എൻ്റെ കുറിയൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എണീപ്പിച്ചു വന്ന് കണ്ണൊക്കെ അടിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരെ കടയിൽ പോയി വെക്കാപ്പിക്ക് ബ്രെഡും പിന്നെ എനിക്ക് 2 മുട്ടായും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മേക്കാലടിയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ കാണുന്ന ഒരു പള്ളിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നല്ല രസമുണ്ടായി കാണാനായിട്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ആ പ്രോപ്പർട്ടീനെ ഇറക്കി വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ.